ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തെ പറ്റി പറഞ്ഞുകൊണ്ടും കൂടി ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഈ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർ എത്രമാത്രം വലിയ വിമർശനങ്ങളും ആക്രമണാഹ്വാനങ്ങളും അഴിച്ചുവിട്ടാലും എന്റെ അതിശക്തമായ വിമർശനങ്ങൾ ഈ കേരള സമൂഹത്തിൽ തുടരുക തന്നെ ചെയ്യും. ഞാൻ എഴുതണോ വേണ്ടയോ പറയണോ എന്ന് തീരുമാനിക്കേണ്ടത് കേരള ജനതയാണ്. കേരള ജനത അതിന് മറുപടി കൊടുക്കും. ഈ ആലുവ സർവമത സമ്മേളനം അതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യർക്ക് എന്തു വേണം? മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം വേണം. ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞതിലൂടെയും മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നതിലും ഗുരു ഊന്നുന്നത് എവിടെയാണ്? മനുഷ്യൻ നന്നാവണം എന്നതിലാണ്. മതത്തിലല്ല ഗുരുവിന്റെ ഊന്നൽ. ഗുരുവിന്റെ ഊന്നൽ മനുഷ്യരിലാണ്. മനുഷ്യർ നന്നാകുക എന്നുള്ളതിലാണ് ഗുരുവിന്റെ ഊന്നൽ. ഗുരു പറഞ്ഞു, ഇപ്പോൾ നടപ്പിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മതവുമായി നമുക്ക് യാതൊരു പ്രത്യേക ബന്ധവുമില്ല. ഓരോരുത്തരും അവർക്കിഷ്ടമുള്ളത് ആചരിച്ചാൽ മതി. നാം ചില ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചത് ഹിന്ദുക്കളിൽ ചിലരുടെ ആഗ്രഹം അനുസരിച്ചാണ്. ഹിന്ദുക്കളിൽ ചില ആളുകൾ വന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചു. രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. ഒരിക്കൽ കടക്കാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗുരുദേവൻ നടന്നു പോവുകയാണ് സ്വന്തം ശിഷ്യന്മാരുമായിട്ട്. അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ ഗുരുദേവൻ കടന്നു പോകുന്ന വഴിയെ ഗുരുദേവൻ കടന്നു പോകുന്നത് കണ്ടിട്ട് വളരെ ആദരവോടുകൂടി ഇറങ്ങി വന്നു. ഗുരുദേവനെ തൊഴുത് പ്രണമിച്ചുകൊണ്ട് അവരുടെ വീടിന്റെ മുന്നിൽ നിന്നു. ഗുരുദേവൻ അവിടെ നിന്നു. ആ മുസ്ലിം സ്ത്രീയോട് കുശലാന്വേഷണങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹം കുറച്ച് മുന്നോട്ട് പോയി. പിന്തിരിഞ്ഞ് നോക്കിയതിന് ശേഷം സ്വന്തം ശിഷ്യന്മാരോട് പറഞ്ഞു, നാം ഏറെ പുട്ടും മീൻകറിയും നമുക്ക് നൽകിയവരാണവർ. നമുക്കേറെ പുട്ടും മീൻകറിയും നൽകിയവരാണവർ. അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ഗുരുദേവൻ പുട്ടും മീൻകറിയും കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സഹിക്കുവോ? ഇന്ന് ഗുരുദേവന്റെ പേരിൽ നടത്തിയിരിക്കുന്ന പല പ്രതിഷ്ഠകളിലും എന്താണ്? വെള്ളച്ചോറും പാൽപ്പായസവുമായിട്ട് ഗുരുദേവനെ ഒരു ബ്രാഹ്മണ ദൈവമാക്കി, ഒരു കുട്ടി ദൈവമാക്കി ഗുരുദേവനെ മാറ്റിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതുപോലെ ക്രിസ്ത്യാനികൾ, മുഹമ്മദീയർ മുതലായ മതക്കാരും ആഗ്രഹിക്കുന്ന പക്ഷം അവർക്കായും വേണ്ടത് ചെയ്യുവാൻ നമുക്കെപ്പോഴും സന്തോഷമാണുള്ളത്. നാം ജാതിമത ഭേദങ്ങൾ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് നിലവിലിരിക്കുന്ന യാതൊരു ജാതിയോടും മതത്തോടും നമുക്ക് പ്രത്യേക മമത ഇല്ലെന്നു മാത്രമേ അർത്ഥമുള്ളൂ. ഒരു മതത്തോടോ, അദ്വൈതത്തോടോ വിശിഷ്ടാദ്വൈതത്തോടോ ഒരു മതത്തോടും ഗുരുവിന് എന്തില്ല? പ്രത്യേക മമതയില്ല. എന്തു പാടില്ല എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്? മതത്തിന്റെ പേരിൽ അപരവൽക്കരണം പാടില്ല. മതത്തിന്റെ പേരിൽ ആരെയും മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ളതാണ് ഗുരുദേവൻ പറഞ്ഞതിൻ്റെ ആന്തരാർത്ഥം. ഗുരുദേവന്റെ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് ഗുരുദേവന്റെ നേതൃത്വത്തിൽ നടന്ന ആലുവ സർവമത സമ്മേളനത്തിന്റെ വാർഷികം ഒരു വലിയ സന്ദേശമാണ്. അതിവിടുത്തെ ബ്രാഹ്മണിസ്റ്റുകൾക്കും ഹിന്ദുത്വവാദികൾക്കുമുള്ള സന്ദേശമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുന്ന ഹിംസയുടെ ആയുധം താഴെ വെച്ച് ഗുരുദേവന്റെ ആശയങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാവണം. ഗുരുദേവന്റെ ആശയങ്ങൾ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാവണം. ഗുരുദേവൻ പറഞ്ഞു, കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയും ആർന്നിടിലും. കൊല്ലുന്നവനെന്തില്ല? ശരണ്യതയില്ല എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. അതുകൊണ്ട് ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തെ പറ്റി പറഞ്ഞുകൊണ്ടും കൂടി ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഈ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർ എത്രമാത്രം വലിയ വിമർശനങ്ങളും ആക്രമണാഹ്വാനങ്ങളും അഴിച്ചുവിട്ടാലും എന്റെ അതിശക്തമായ വിമർശനങ്ങൾ ഈ കേരള സമൂഹത്തിൽ തുടരുക തന്നെ ചെയ്യും. ഞാൻ എഴുതണോ വേണ്ടയോ പറയണോ എന്ന് തീരുമാനിക്കേണ്ടത് കേരള ജനതയാണ്. കേരള ജനത അതിന് മറുപടി കൊടുക്കും. ഈ ആലുവ സർവമത സമ്മേളനം അതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.